ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയ നടപടിയിൽ തൃപ്തനല്ലെന്ന് PV അൻവർ MLA 24നോട്. ഇപ്പോഴത്തേത് ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്താനുള്ള കസേര കളിയാണ്. ADGPയെ സസ്പെൻഡ് ചെയ്യണമെന്നും അൻവർ ആവർത്തിച്ചു. വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അൻവർ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിൽ തൃപ്തിയൊന്നുമില്ല. തൃപ്തി ഉണ്ടാണെങ്കിൽ അവനെ ഡിസ്മിസ് ചെയ്യണം. കാരണം അവൻ നൊട്ടോറിയസ് ക്രിമിനലാണ്. ഇപ്പോൾ നടന്നിരിക്കുന്നത് താൽക്കാലികമായി എന്താ പറയുക, ഇടതുപക്ഷ കക്ഷികളെ സമാധാനപ്പെടുത്താനുള്ള കസാരക്കളിയാണ്. നമ്മൾ ഓണത്തിനൊക്കെ അല്ല കസാരക്കളിയില്ലേ, നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അടുത്തേലിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇരിക്കുന്ന റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് മാറ്റിയാൽ ഈ വിഷയം അവസാനിക്കുന്നില്ല. ഞാൻ ആദ്യമേ പറയുന്ന കാര്യം അതാണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സസ്പെൻഷൻ ഒഴിവാക്കിക്കൊണ്ട് തൽക്കാലം കസേര മാറ്റിയിരുത്തുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടൊന്നും ഈ വിഷയം അവസാനിക്കുന്നില്ല. നമ്മൾ ഈ പോരാട്ടം തുടരും. ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കുക മാത്രമേ നമുക്ക് അവസാനത്തെ രക്ഷയുള്ളൂ. നിലമ്പൂരിലെ CPIMന്റെ വിശദീകരണ യോഗത്തെ പരിഹസിച്ച് PV അൻവർ. പാർട്ടിയുടെ ജില്ലാ സമ്മേളനം എന്നാണ് പരിഹാസം. കീഴ്ഘടകങ്ങളെ ഭീഷണിപ്പെടുത്തി ആളെ കൂട്ടുകയാണെന്നും അൻവർ പറഞ്ഞു. അത് CPIMന്റെ ജില്ലാ സമ്മേളനമാണ്. അവരിപ്പോൾ 2-4-5 ദിവസമായി ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ബ്രാഞ്ചിൽ നിന്നും ഇത്ര ആളുകൾ, ജില്ലയിൽ ആയിരക്കണക്കിന് ബ്രാഞ്ചുണ്ട്, വരണമെന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കണം. അപ്പോൾ CPIMന്റെ ഒരു ജില്ലാ സമ്മേളനമാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നടക്കട്ടെ. വിപിൻ C വിജയൻ ചേരുന്നു മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, CPM ഇന്ന് സംഘടിപ്പിക്കുന്നത് ജില്ലാ സമ്മേളനമാണെന്ന് അൻവർ പറയുന്നതിൽ എല്ലാ ഉത്തരവുമില്ലേ? അതെ, ഇപ്പോൾ PV അൻവറിന് അതേ വേദിയിൽ തന്നെ ഒരു മറുപടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് CPM ലക്ഷ്യമിടുന്നത്. അത്തരത്തിലുള്ളൊരു പ്രതിരോധം തീർക്കുകയാണ് ഇന്ന് CPM. അതുകൊണ്ട് തന്നെ ചന്തക്കുന്നിൽ ഇന്ന് പരമാവധി പ്രവർത്തകരെ എത്തിക്കാനും PV അൻവറിന് മറുപടി കൊടുക്കാനും തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഇത് ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഏരിയ കമ്മിറ്റി വിളിക്കുകയും അതിൽ ഒരു വിശദീകരണം മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകുകയും ചെയ്തപ്പോൾ KT ജലീലിന്റെ പേരുണ്ടായിരുന്നില്ല. ഈ വിശദീകരണ യോഗത്തിൽ ഇപ്പോൾ PK സൈനബിയും അതുപോലെ തന്നെ TK ഹംസയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം KT ജലീൽ CPMനൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ളത് പരസ്യമായി പറയുകയും അത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ KT ജലീലിന്റെ പേര് കൂടി ഈ വിശദീകരണ യോഗത്തിൽ വന്നിരിക്കുന്നത്. ഇന്ന് KT ജലീൽ പങ്കെടുക്കുകയും ചെയ്യും. ഈ വൈകിട്ടത്തെ വിശദീകരണ യോഗത്തിൽ പരമാവധി പ്രവർത്തകരെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ADGPയെ മാറ്റിയതിൽ ഒട്ടും തൃപ്തനല്ല എന്നും ഇനിയും പോരാട്ടം തുടരുമെന്നുള്ളതുമാണ് PV അൻവർ പറയുന്നത്. ഒപ്പം BJPയും CPMും തമ്മിലുള്ള നെക്സസ് അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് കാണിക്കുന്നതിന് അടുത്ത ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ PV അൻവർ ലക്ഷ്യമായി പറയുന്നത്. അവിടേക്കാണ് ആ കുന്തമുന നീളുകയും ചെയ്യുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ CPM സഹായിക്കുമെന്നുള്ളതാണ് PV അൻവറിന്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം. 200 സ്ഥലത്തെങ്കിലും 200 പഞ്ചായത്തിലെങ്കിലും ഏകദേശം 10 വോട്ടുകൾ മാറിക്കഴിഞ്ഞാൽ തന്നെ അത് BJPക്ക് ഗുണമാകും. അതുകൊണ്ട് തന്നെ ഒരു പ്രാദേശിക നേതാവിനെ നിർത്തി BJPക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും പാലക്കാട് CPM ചെയ്യും. അതിന് പാലമായി പ്രവർത്തിച്ചത് ADGP MR അജിത് കുമാർ ആയിരുന്നു. അതുകൊണ്ടാണ് MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ ഇത്രയേറെ വൈകിയത്. മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ചിരുന്നത് അതുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ്. ഇതിനു പകരമായി BJP CPMനെ സഹായിക്കുന്നത് ചേലക്കരയിലായിരിക്കും. പാലക്കാടിന്റെ മുൻപത്തെ ഫലങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. UDFന് അവിടെ വോട്ടുകൾ കുറയുന്നില്ല. എന്നാൽ ഏകദേശം 20,000-ഓളം വോട്ടുകൾ CPMന് കുറയുകയും ചെയ്യും. ഇതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യവും PV അൻവർ ഉയർത്തുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ ഇന്ന് രാഷ്ട്രീയ നേതാക്കൾ മറുപടി പറയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പ്രധാനമായും ഒരു പ്രതിരോധ മാർഗത്തിലേക്ക് CPM കടക്കുന്നത് എന്തായിരുന്നോ ഈ ADGPക്കെതിരെ ഉയർന്ന ആരോപണം, അതിലൊരു നടപടി എടുത്തിരിക്കുന്നു. ആ അന്വേഷണം പോലും വേണ്ട എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പിടിവള്ളി പിടിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ ഈ വിശദീകരണ യോഗത്തിൽ CPM പ്രതിരോധം തീർക്കാനും ഉദ്ദേശിക്കുന്നത്. വേണു. ശരി, വിപിൻ C വിജയനാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങളുമായി ചേർന്നത്.